അവർ അവിലും എല്ലാം വെച്ച് ഗണപതിക്ക് വെക്കാൻ മുസ്ലിം ഗണപതിക്ക് വെക്കുമോ? അവർ വിചാരിച്ച് ബാവിൽ കെട്ട് എന്ന് പറഞ്ഞാൽ ഈ ബാവിലിൽ കെട്ടുണ്ടാക്കുന്നത്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളുടേതുപോലെ തലയെടുപ്പുള്ള കെട്ടിടമോ കൊത്തുപണികളുള്ള ചുറ്റമ്പലോ ഒന്നുമില്ലാത്ത അക്കരെ കൊട്ടിയൂരിൽ പ്രകൃതി തന്നെയാണ് ഈശ്വര സാന്നിധ്യം. നാനാജാതിക്കാരുടെ പങ്കാളിത്തം, അവർക്കെല്ലാം ഓരോ ചുമതലകൾ, വ്യത്യസ്ത സ്ഥാനപ്പേരുകൾ, പ്രത്യേകം കയ്യാലകൾ എന്നിവ കൊട്ടിയൂരിന്റെ മാത്രം പ്രത്യേകതകളാണ്. ഇത്തവണ കൊട്ടിയൂരിൽ തങ്ങൾക്കും വൈശാഖ മഹോത്സവത്തിൽ പാരമ്പര്യ അവകാശമുണ്ടെന്നുന്നയിച്ച് ഒരു മുസ്ലിം തറവാട്ടിലെ അംഗങ്ങൾ എത്തിയിരുന്നു. എന്നാൽ കർണാടകത്തിൽ നിന്നെത്തിയ ഈ തറവാട്ടുകാർ കൊട്ടിയൂരിൽ വാവലിക്കെട്ട് ചടങ്ങ് നടത്തിയെന്നും ഇവരെ ക്ഷേത്രം ട്രസ്റ്റിമാർ സ്വീകരിച്ചുമെന്നുമുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കൊട്ടിയൂർ ദേവസ്വം അധികൃതർ അറിയിച്ചു. ഇതിനു പിന്നിൽ ദുരുദ്ദേശപരമായ കാര്യങ്ങളാണെന്നും കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ പറഞ്ഞു. വൈവിധ്യമായ ആചാരാനുഷ്ഠാനങ്ങളാൽ പ്രസിദ്ധമായ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വൈശാഖ ഉത്സവത്തിലെ ചടങ്ങുകളിൽ ഒന്നിന് പാരമ്പര്യ അവകാശമുണ്ടെന്നുന്നയിച്ചാണ് പാറപ്രവൻ മുസ്ലിം തറവാട്ടിലെ അംഗങ്ങൾ എത്തിയത്. വൈശാഖോത്സവത്തിന് സന്നിധാനത്തിലെ പ്രദക്ഷിണ വഴിയായ തിരുവഞ്ചിറയിലേക്ക് വെള്ളം തിരിച്ചുവിടുന്നതിനുള്ള അവകാശമാണ് ഈ തറവാട്ടുകാർക്ക് ഉണ്ടായിരുന്നതായി അവർ പറയുന്നത്. ഏകദേശം 120ഓളം വർഷങ്ങൾക്ക് മുൻപ് വരെ അവകാശപ്രകാരം കോട്ടയം മലബാർ പൊന്നംപിലാത്ത് പാറപ്രവൻ തറവാട്ടുകാർ ബാവലിക്കെട്ട് നടത്തിയിരുന്നതായും പിന്നീട് ബാവലിക്കെട്ട് നടത്തിയിരുന്ന ആദിവാസികൾക്ക് പണം നൽകിയിരുന്നതായും പറയപ്പെടുന്നു. എന്നാൽ ഈ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് കൊട്ടിയൂർ ദേവസ്വം അധികൃതർ വ്യക്തമാക്കി. ഇവരെ ക്ഷേത്രം ട്രസ്റ്റിമാർ സ്വീകരിച്ചുമെന്നുമുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ഇതിന് പിന്നിൽ ദുരുദ്ദേശപരമായ കാര്യങ്ങളാണെന്നും കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ പറഞ്ഞു. പുഷ്പാഞ്ജലിയോ എന്തിനാണെന്നറിയില്ല, ബില്ലും കുറിച്ചെന്നാണ് പറഞ്ഞത്. അത് ഫോട്ടോ എടുത്ത് അതല്ലെങ്കിൽ സാധാരണ 10 ഒരാൾ ഇവിടെ നേർച്ചകളൊക്കെ ഒപ്പിക്കുന്നുണ്ട്, ഓരോ ഇത് കൊടുക്കുന്നില്ലേ, അതിനാരും ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അയാൾ അവിടെ പോയിട്ട് വെള്ളത്തിൽ പോയി കല്ലിട്ടെന്ന് പറഞ്ഞു, അതിന് ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ദുരുദ്ദേശപ്പെടുന്നതല്ലേ, നമ്മളൊന്നും അറിയുന്നില്ല. ഈ വാവിലി കെട്ട് എന്ന് പറയുന്നത് വാവിലി കെട്ടുന്നതല്ല. വാവിലി കെട്ട് എന്ന് പറഞ്ഞാൽ അതൊരു കർമ്മമാണ്. അത് വെള്ളത്തിലല്ലത്, അത് കരക്ക്, അത് ഇവിടുത്തെ വെള്ളം കൂടി ചെയ്യുന്നതാണ്. അത് വാവിലിയിൽ വെള്ളം ഇടുക. ഞങ്ങൾ വാവിലി കെട്ടില്ലല്ലോ ഇപ്പോൾ, ബണ്ടല്ലേ, ബണ്ട് കരാറ് കൊടുക്കുന്നല്ലേ. 4 ബണ്ടുണ്ട് വാവിലിക്ക് കുറുകെ, അത് കരാറ് കൊടുക്കുന്ന. വാവിലി കെട്ടുന്ന പറഞ്ഞാൽ വാവിലി കെട്ടുന്നതെന്നാണ് ഇവർ വിചാരിച്ചു. അങ്ങനെയല്ല. ഈ തണ്ണീർ കുടി എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് ഇടാം. ആർക്കും വെള്ളം കൊടുക്കുന്ന ചടങ്ങാ അല്ല, തെറ്റായ കാരണം അത്. തണ്ണീർ കുടി എന്ന് പറഞ്ഞാൽ കുറച്ച് അവിലും പഴവും വെച്ച് 7 ആൾക്ക് കൊടുക്കുന്നതാണ്. നീ കണ്ടിട്ടില്ല അത്? തണ്ണീർ കുടി എന്ന് പറഞ്ഞിട്ട് അതിലെന്തെങ്കിലും വെള്ളം ഉണ്ടാവും. തെറ്റിദ്ധാരണ. ഇത് അറിയാത്ത, അവർക്കത് അറിയാത്തതുകൊണ്ട് അവർ വിചാരിച്ച് ഇതിനോട് കയറി പിടിക്കാൻ ചെയ്യുന്നത്. വാവിലിക്കെട്ട് എന്ന് പറഞ്ഞാൽ വാവിലി കല്ലിടുന്നതല്ല വാവിലിക്കെട്ട്. വാവിലിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങാണ്. അത് പുറത്ത് വെച്ച് നടക്കുക. ഇപ്പോൾ ഗണപതിക്കൊക്കെ വെക്കുന്ന ഒരു പരിപാടി, കുറച്ച് അവിലും മലരൊക്കെ വെച്ചിട്ട് ഒരു പൂജയൊക്കെ നടത്തിയിട്ട് വാവിലിക്കെട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അത് ഒരു പ്രത്യേക ആളുണ്ട് ഈ ഇവരൊക്കെ ചെയ്യേണ്ടത്. അവിടെ കണക്കപ്പുള്ള ഇവരൊക്കെ ചെയ്യേണ്ട 3 ആളുടെ ഭാഷയുണ്ടാ. അത് ഈ ബാവിലിയിൽ കല്ലിടുന്നതെന്ന് ഇവരോട് ആരാ പറഞ്ഞ്? ബാവിലി കെട്ടെന്ന് പറഞ്ഞാൽ ബാവിലീൻ്റെ കെട്ട് ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. ബണ്ട് ആണിപ്പോൾ. ബാവിലിക്ക് 4 ബണ്ടുണ്ട്. നിങ്ങളിപ്പോൾ ചെന്ന് നോക്കിയോ, 4 ബണ്ട് ആണ് നിങ്ങൾക്ക്. 4 ബണ്ട് കരാറാണ്. അടിസ്ഥാനരഹിതമായ വാർത്ത നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കൊട്ടിയൂർ ദേവസ്വം അധികൃതർ അറിയിച്ചു. 5-6 ലക്ഷം റുപ്യേൻ്റെ കരാറാത്. അതിനകത്ത് ആരും കെട്ടുപിടിക്കലൊന്നും കല്ലിടലൊന്നുമില്ല. ബാവിലി കെട്ടുന്നവർ ഇപ്പം ഇവൻ കണ്ടിട്ടുണ്ടാവും. തണ്ണീർ കുടി ആരൊക്കെങ്കിലും തണ്ണീർ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിയുന്നല്ലേ, അതിലാർക്കും വെള്ളം കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതൊരു കുറച്ച് അവിലും മലരും പഴമൊക്കെ വെച്ചിട്ട് 7 ആൾ എടുക്കുന്നത്, അത്രയേ ഉള്ളൂ അതിനകത്ത്. അവർക്ക് പാരമ്പര്യ അവകാശം. ഇത് ഇവർക്ക് അങ്ങനത്തെ അവകാശം. തണ്ണീർ കുടി എന്ന് പറഞ്ഞാൽ ഇതുമായിട്ടുന്ന ബന്ധമുള്ളത് ഒന്നുമില്ല. അടിസ്ഥാനരഹിതമായ വാർത്ത നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കൊട്ടിയൂർ ദേവസ്വം അധികൃതർ അറിയിച്ചു.